1958-60 കാലഘട്ടത്തിന്റെ കഥ കൊണ്ട് വളരെ മോശം സിനിമ എന്ന രീതിയിലേക്ക് ഈ സിനിമയെ ടൊവിനോ തോമസിന് ഇഷ്ടമല്ലാത്ത ചില ഞാൻ പറഞ്ഞു വന്ന സിനിമ വിഷുവിന് റിലീസ് ചെയ്ത ടൊവിനോ തോമസ് നായകനായ ഏറ്റവും പുതിയ സിനിമ പള്ളിച്ചട്ടമ്പിയുടെ സംവിധാനം നമ്മുടെ ജനഗണമനയൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ക്യൂൻ സംവിധാനം ചെയ്തിട്ടുള്ള ഡിജോ ജോസ് ആന്റണിയാണ്. അതിൻ്റെ കൂടെ ഇപ്രാവശ്യമുള്ളത് തിരക്കഥയും മറ്റു ഭാഗങ്ങളും ചെയ്തിരിക്കുന്നത് TS സുരേഷ് ബാബുവാണ്. ഡിജോ ജോസ് ആന്റണി ഒരു മികച്ച സംവിധായകനാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. കാരണം ജനഗണമന എന്ന് പറയുന്ന ഒരു ഒറ്റ സിനിമ മതി അദ്ദേഹത്തിന്റെ ഒരു സംവിധായകൻ എന്ന രീതിയിലുള്ള ബ്രില്യൻസ് മനസ്സിലാക്കാൻ. എന്ന് പറഞ്ഞാൽ ഈ സിനിമ വളരെ മികച്ച സിനിമയാണെന്നൊന്നും അവകാശം എനിക്കുമില്ല. ഞാൻ സിനിമ കണ്ടു. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. പ്രത്യേകിച്ചും വിഷു പോലുള്ള ഒരു ഫെസ്റ്റീവ് മൂഡിലിരുന്ന് ആഘോഷമായി കണ്ടു തീർക്കാവുന്ന ഒരു സിനിമയാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു വാണിജ്യ സിനിമ തന്നെയാണിത്, കൊമേഴ്സ്യൽ സിനിമയാണ്. ആ സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഇതിനകത്തുണ്ട്. ആ രീതിയിൽ കാണാവുന്ന ഒരു സിനിമ മാത്രമാണ് പള്ളിച്ചട്ടമ്പി. ഒരു ഇമോഷണൽ ട്രാക്ക് പിടിച്ചിട്ടുണ്ട്, നല്ലൊരു ഡ്രാമയാണ്, പ്രണയമുണ്ട്, സംഘട്ടനങ്ങളുണ്ട്, ആക്ഷനൊക്കെ നല്ല രീതിയിൽ ആക്ഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പേഴ്സണലി ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ആ തിയേറ്ററിൽ നിന്ന് ഒരാൾ പോലും വളരെ മോശമായി കൂവുകയോ അല്ലെങ്കിൽ മോശം കമൻറ്റ് പറയുകയോ ഒന്നും ചെയ്യാതെ ഫുൾ ആ സിനിമ തീരുന്നവരെ ത്രില്ലടിച്ച് കണ്ട ഒരു സിനിമയാണ്. ഈ സിനിമകൾക്കൊരു കുഴപ്പമുണ്ട്, എൻ്റെ ആസ്വാദന തലത്തിലായിരിക്കില്ല മറ്റൊരാൾ കാണുന്നത്. മാത്രമല്ല അയാൾ കണ്ട തിയേറ്ററിലെ ആളുകളുടെ പ്രകടനവും അവരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് വെറുതെ ശബ്ദം ഉണ്ടാക്കുക, ഒച്ച ഉണ്ടാക്കുക, കൂക്കി വിളിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ആസ്വാദനത്തിനെ അത് ബാധിക്കാറുണ്ട്. അങ്ങനെ പലപ്പോഴും പല തിയേറ്ററിൽ കാണുന്നതിനനുസരിച്ചും വ്യത്യാസങ്ങൾ വന്നേക്കാം. പക്ഷെ പള്ളിച്ചട്ടമ്പി ഒരിക്കലും തങ്കമണിയൊക്കെ ഉപമിക്കാവുന്ന രീതിയിലുള്ള ഒരു വളരെ മോശം വേസ്റ്റ് ആയിട്ടുള്ള കോക്കൊക്കെ പറയുന്നത് കേട്ട ഒരു വേസ്റ്റ് സ്ക്രിപ്റ്റ് എന്നാണ്. അങ്ങനെയല്ല ഈ സിനിമയ്ക്ക് എനിക്ക് തോന്നിയ നെഗറ്റീവ്. അത് അത്ര വലിയ നെഗറ്റീവായി പറയേണ്ടതുണ്ടോ എനിക്കറിയില്ല. ചരിത്രത്തിന്റെ വിമോചന സമരത്തിന്റെ കാലഘട്ടം കൂട്ടുപിടിക്കുകയും എന്നാൽ അതിലേക്ക് ഡ്രാമ കുത്തിത്തിരികയും ചെയ്തതിൻ്റെ ഒരു പരിണിത ഫലമാണോ പല ആളുകൾക്ക് ഇത് കണക്റ്റ് ആവാതെ പോയതെന്ന് എനിക്കറിയില്ല. കുറഞ്ഞ സ്ഥലങ്ങളിൽ പലപ്പോഴും ഡ്രാമ എലമെന്റ് കുറച്ച് കൂടുതലായി, നാടകീയത കുറച്ച് കൂടുതലായിട്ടും ഫീൽ ചെയ്തു. ബട്ട് പെർഫോമൻസ് വൈസ് ടൊവിനോ ആയാലും നായികയായിട്ട് വന്നിട്ടുള്ള കയാതു ലോഹർ ആണെങ്കിലൊക്കെ ഗംഭീര പ്രകടനമാണ്. സംവിധായകൻ എന്ന രീതിയിലും എനിക്കിഷ്ടപ്പെടുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മികവ് തന്നെ ഈ സിനിമയിലും തെളിയിച്ചിട്ടുണ്ട്. പൈസ വസൂലാകുന്ന രീതിയിൽ, മോശമല്ലാത്ത രീതിയിൽ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് പള്ളിച്ചട്ടമ്പി.